പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ലഞ്ച് എന്തൊക്കെയായിരുന്നെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ചെറിയ ജീര റൈസിൻ്റെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ഡാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡാൽ ഫ്രൈ ആണ് ഇത്. അപ്പം അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം റെഡിയായി. പിന്നെ മട്ടർ പനീർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ച മട്ടറും നമ്മുടെ പനീറും കൂടെ വെച്ചിട്ട് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത്, ഗ്രേവിയായിട്ട്. പിന്നെ നമ്മുടെ കിഴങ്ങും കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണ്, പെരിഞ്ചീരകമൊക്കെ ഇട്ടുണ്ടാക്കിയ മെഴുക്ക് പുരട്ടിയാണ്. ഉള്ളിയും വെളുത്തുള്ളി, സവാള, പെരിഞ്ചീരകമൊക്കെ. പിന്നെ രാവിലത്തെ ചോല, നമ്മുടെ വെള്ളക്കടലയുടെ സബ്ജി ഉണ്ടായിരുന്നു, പപ്പടവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇത് ഞാൻ പറ്റിച്ചെടുത്ത ചോറാണ്. അപ്പം ചോറ് വിളമ്പി അതിലേക്ക് ഡാൽ കറി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൽ കറിയുടെ കൂടെ പിന്നെ പനീറും മട്ടറും കൂടെ ഉള്ള സബ്ജിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം ഒന്നുകൂടെ. പിന്നെ നമ്മുടെ രാവിലത്തെ പൂരിയുടെ കൂടെ ഉണ്ടാക്കിയ വെള്ളക്കടലയുടെ സബ്ജി ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ അച്ചാർ ലോഞ്ച ഇട്ട് കൊടുത്തിട്ടുണ്ട്, പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്, കാക്കടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഡാൽ കറി തന്നെ കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഒരുപാട് കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ.